സ്നേഹ സമ്പന്നരായ ശ്രോതാക്കൾക്ക് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ ദിവസം നടത്തിയ ഒരു പരസ്യ മീറ്റിങ്ങിൻ്റെ വീഡിയോ ഇന്നാണ് അപ്ലോഡ് ചെയ്യാനായിട്ട് സാധിച്ചത്. ആ വീഡിയോ ഇന്ന് കാണിക്കാമെന്നുള്ളൊരു പ്രതീക്ഷയോടുകൂടിയാണ് വന്നത്. ശ്രോതാക്കൾക്കെല്ലാം സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഞാനും ഈശ്വരൻ്റെ കാരുണ്യം കൊണ്ട് സമാധാനവും സന്തോഷവും അനുഭവിച്ച് മുന്നോട്ട് പോകുന്നു. ആ ദൈവിക സമാധാനത്തിലും സന്തോഷത്തിലും എൻ്റെ ശ്രോതാക്കൾക്കും ഇടയാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഇനി നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. സ്വർഗത്തിൽ വസിക്കുന്ന ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചിട്ട് അവരുടെ കൽപ്പനകളെ ലംഘിക്കുന്നവർക്ക് നിത്യ ശിക്ഷാവിധിയാണ് ദൈവം നൽകുന്നത്. അത് നിങ്ങളെ അറിയിക്കുന്നതാണ് ഞങ്ങളുടെ ദൗത്യം. നിത്യ ശിക്ഷാവിധിയായ നിത്യ നരകത്തിൽ നിന്ന് നിങ്ങളെ രക്ഷിക്കുവാനാണ് കവലകൾ തോറും ഞങ്ങളിങ്ങനെ സുവിശേഷം അറിയിച്ചുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ പ്രസംഗിക്കുന്നവർക്കെല്ലാം നിന്നും നിങ്ങൾ ഞങ്ങളെ ഓടിച്ചു വിടുന്നതും വഴക്ക് പറയുന്നതും നിത്യനെ അറിഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ്. എന്നിട്ടും വീണ്ടും വീണ്ടും നിങ്ങളെ അറിയിക്കാൻ ഞങ്ങൾ പ്രേരിപ്പിക്കുന്നത് സർവശക്തനായ ദൈവത്തോടുള്ള സ്നേഹവും നിങ്ങളോടുള്ള സ്നേഹവും കൊണ്ടാണ്. യേശു ക്രിസ്തുവാണ് സുവിശേഷം. സുവിശേഷം എന്ന് പറഞ്ഞാൽ ഗുഡ് ന്യൂസ് അഥവാ നല്ല വാർത്ത എന്നാണ് അതിനർത്ഥം. ദുഷ്ടന്മാരെയും പാപികളെയും വിഗ്രഹിച്ച് നല്ലവരെയും നീതിമാന്മാരെയും പരിഗണിക്കുന്ന മാനുഷിക നയത്തിന് വിപരീതമാണ് ദുഷ്ടന്മാരും പാപികളുമായ മനുഷ്യരെ അവരുടെ പാപത്തിന്റെ പിടിയിൽ നിന്നും വിടുവിച്ച് നല്ല മനുഷ്യരും പുതിയ സൃഷ്ടികളുമാക്കി തീർക്കാൻ വേണ്ടി സ്വർഗാതിസ്വർഗത്തിലെ മഹിമകളെ വെടിഞ്ഞ് ഈ ഭൂമിയിൽ ഇന്നേക്ക് 2026 വർഷങ്ങൾക്ക് മുമ്പ് സാക്ഷാൽ സർവശക്തിയുള്ള ദൈവം ഒരു സ്ത്രീയുടെ ഗർഭപാത്രത്തിൽ ഒതുങ്ങി ഭൂമിയിൽ അവതരിച്ചു എന്നുള്ളതാണ് ആ നല്ല വാർത്ത അഥവാ ഗുഡ് ന്യൂസ്. അതാണ് ഞാൻ നിങ്ങളോട് പ്രസംഗിക്കുന്ന യേശു ക്രിസ്തു. നിങ്ങളോട് പ്രസംഗിക്കുന്ന എന്നെ പാപത്തിന്റെ നീരാളിപ്പിടുത്തത്തിൽ നിന്നും രക്ഷിച്ച് യേശു സ്വാതന്ത്ര്യം നൽകി പുതിയ സൃഷ്ടിയാക്കി തീർത്തു എന്നതിന് ഞാൻ യേശുവിന്റെ സാക്ഷിയാണ്. അധ്വാനിക്കുന്നവരെയും ഭാരം ചുമക്കുന്നവരെയും എല്ലാം എന്റെ അടുക്കൽ വരുവീൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാമെന്ന് അരുളി ചെയ്തവനാണ് യേശു. ലോകത്തിന്റെ വെളിച്ചമാണ് യേശു ക്രിസ്തു. വാളെടുക്കുന്നവരെല്ലാം വാളാൽ നശിച്ചു പോകുമെന്നും നിന്റെ ശത്രുവിന് വിശക്കുന്നുവെങ്കിൽ ആഹാരം കൊടുക്കുക എന്ന് അരുളി ചെയ്തവനാണ് യേശു ക്രിസ്തു. നിങ്ങളുടെ പാപങ്ങൾക്ക് പരിഹാരമാകുമ്പോൾ പ്രശ്നങ്ങൾക്കും പരിഹാരമാകും എന്ന് നമ്മെ ബോധ്യപ്പെടുത്തി തരുന്നയാളാണ് യേശു ക്രിസ്തു. യേശു ഒരു കെട്ടുകഥയല്ല പ്രിയമുള്ളവരെ, ഐതിഹ്യമോ സാങ്കല്പികമോ അല്ല. യേശു ഒരു യാഥാർത്ഥ്യമാണ്. യേശുവിന് നിങ്ങളുടെ പരാജയങ്ങളെ മാറ്റി വിജയത്തിലേക്ക് എത്തിക്കുവാൻ കഴിവും പ്രാപ്തിയുമുള്ള ദൈവമാണ്. കൂടാതെ നിങ്ങൾക്ക് മരണത്തിനപ്പുറം നിത്യജീവൻ നൽകുവാൻ കഴിയുന്നവനാണ് യേശു ക്രിസ്തു. പാപിയായ മനുഷ്യനെ ദൈവത്തോട് അടുപ്പിക്കുവാൻ ദൈവം ഒരുക്കിയ രക്ഷാപദ്ധതിയാണ് യേശു ക്രിസ്തു എന്ന് സ്നേഹത്തോടെ ഓർപ്പിക്കട്ടെ. സാക്ഷാൽ യേശു ക്രിസ്തുവിനെ എതിർത്തവരെ കൊണ്ടാണ് യേശു ബൈബിൾ എഴുതിച്ചിട്ടുള്ളത് എന്ന് നിങ്ങൾക്കറിയാമോ? ബൈബിൾ പഴയ നിയമവും പുതിയ നിയമവും അടങ്ങുന്നതാണ്. പുതിയ നിയമം ഭൂരിഭാഗവും എഴുതിയ ഒരാളെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം. അദ്ദേഹത്തിന്റെ പേര് ശൗൽ എന്നാണ്. അദ്ദേഹം യഹൂദനും അഗാധ ജ്ഞാനമുള്ള പണ്ഡിതനും യഹൂദ മതത്തിൽ എരിവുള്ളവനായിരുന്നു. എന്നാൽ ഇദ്ദേഹത്തിന്റെ ഹോബി ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരെ കൊന്നു മുടിക്കലായിരുന്നു. ഈ പ്രവൃത്തിയിലായിരുന്നു അദ്ദേഹം സന്തോഷം കണ്ടെത്തിയിരുന്നത്. ദൈവമക്കളെ ആക്രമിക്കുവാൻ നട്ടുച്ച നേരത്ത് കുതിരപ്പുറത്ത് പായുമ്പോൾ പെട്ടെന്ന് ആകാശത്തു നിന്ന് ഒരു വെളിച്ചം അവന്റെ ചുറ്റും നീങ്ങി. ശൗൽ ഓടുന്ന കുതിരപ്പുറത്തു നിന്ന് താഴെ വീണു. ശൗലേ ശൗലേ, നീ എന്നെ ഉപദ്രവിക്കുന്ന എന്ത് എന്നൊരു ശബ്ദവും അവൻ കേട്ടു. അതേ പ്രിയരെ, ദൈവമക്കളെ തൊടുന്നവരെ ദൈവത്തിന്റെ കൃഷ്ണമണിയെ തൊടുന്നതിന് തുല്യമാണ്. വീഴ്ചയിൽ കാഴ്ചശക്തി പോയ ശൗലിന് കാഴ്ച തിരിച്ചു കിട്ടിയത് 3 ദിവസം കഴിഞ്ഞാണ്. ഈ ശൗലാണ് പുതിയ നിയമ ബൈബിൾ ഭൂരിഭാഗവും എഴുതിയതും യേശു ക്രിസ്തു തന്നെയാണ് ദൈവമെന്ന് പിന്നീട് കവലകളും ഗ്രാമങ്ങളും പട്ടണങ്ങളും ഓടി നടന്ന് യേശുവിനെ പ്രസംഗിച്ചത്. ആകാശത്തു നിന്നും ഈ വെളിച്ചം ഈ പ്രസംഗിക്കുന്ന എന്റെ ചുറ്റും നീങ്ങിയപ്പോൾ ഞാനും ശൗലിനെ പോലെയായി നിങ്ങളുടെ അടുത്തിരുന്നു. ഇന്ന് യേശു ക്രിസ്തുവിനെ ഏറ്റവും കൂടുതൽ എതിർക്കുന്നവർ നാളെ എന്നെ പോലെ കവലകൾ പ്രസംഗിക്കുന്നവരായി മാറും.
ഇതാണ് 1-ാം നൂറ്റാണ്ട് മുതൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതാണ് മാനസാന്തരത്തിന്റെ സുവിശേഷം. യേശു ക്രിസ്തു പറയുന്നു, അല്ലല്ല, മാനസാന്തരപ്പെടാഞ്ഞാൽ നിങ്ങളെല്ലാവരും അങ്ങനെ തന്നെ നശിച്ചു പോകും. മനുഷ്യന്റെ മാനസാന്തരമാണ് ദൈവവുമായി അടുക്കുവാനുള്ള ഏക വഴി. സുവിശേഷ കേൾവിയിലൂടെ താങ്കൾക്കത് ലഭിക്കും. അനുതാപ ഹൃദയത്തിലൂടെ യേശുവിനെ ഹൃദയത്തിൽ വിശ്വസിച്ച് സ്വീകരിക്കുകയും ചെയ്താൽ നിങ്ങൾ രക്ഷിക്കപ്പെടും. ഭൂമിയിലുള്ള ഓക്സിജനും പ്രകാശവും സൗജന്യമായി ലഭിക്കുന്ന പോലെ വില കൊടുത്തു വാങ്ങാൻ കഴിയുന്ന ഒന്നല്ല രക്ഷ. രക്ഷ സൗജന്യമാണ്. വിശ്വസിച്ച് സ്വീകരിച്ചാൽ മാത്രം മതിയാവും. പ്രിയപ്പെട്ടവരെ, സുവിശേഷം പലതവണ താങ്കൾ കേട്ടിട്ടുണ്ടാകാം. ഇതൊരു മതത്തിന്റെ പ്രസംഗമാണെന്ന് തെറ്റിദ്ധരിച്ച് താങ്കൾ പല ആവർത്തി അവഗണിച്ചിട്ടുണ്ടാകും. ജനിച്ച നാൾ മുതൽ നമ്മെ പിന്തുടരുന്ന ഒരാളുണ്ട്, അതാണ് മരണം. മരണം നമ്മെ കാർന്നു പിടിക്കുന്നതിന് മുമ്പ് നമ്മുടെ രക്ഷ ഉറപ്പാക്കാം. മരണം ഒന്നിന്റെയും അവസാനമല്ല, അവസരങ്ങളുടെ അവസാനമാണ് മരണം. പ്രിയപ്പെട്ടവരെ, സുവിശേഷം ഭൂമിയുടെ സന്ദേശമല്ല, ഇത് ദൈവം വസിക്കുന്ന ദൈവരാജ്യത്തിന്റെ സന്ദേശമാണ്. ഈ സുവിശേഷമാണ് അവസാന നാളുകളിൽ നമ്മളെ ഓരോരുത്തരെയും ന്യായീകരിക്കുന്നത്. അതിനുള്ള മുന്നറിയിപ്പുകളാണ് ഞങ്ങൾ നിങ്ങളോട് അറിയിച്ചുകൊണ്ടിരിക്കുന്നത്. യേശുക്രിസ്തുവിന്റെ കാലുകളിലെ ക്രൂശുമരണം ഒരു കൊലപാതകമല്ലായിരുന്നു, ഒരു ആത്മഹത്യയോ സ്വാഭാവിക മരണമായിരുന്നില്ല. പകരം അത് പ്രായശ്ചിത്ത മരണമായിരുന്നു. ലോകത്തിന്റെ പാപത്തെ ചുമന്നുകൊണ്ട് പാപം ചെയ്യാത്തവൻ ക്രൂശിൽ കയറി മരണം ആസ്വദിച്ചു. എനിക്കും എന്റെ ശ്രോതാക്കൾക്കും വേണ്ടി യേശുക്രിസ്തു നിങ്ങളെ സൃഷ്ടിച്ച നിങ്ങളുടെ ഉടമസ്ഥനാണ്. അതുകൊണ്ട് നിങ്ങൾ ശാശ്വതമായ സമാധാനത്തിലും സന്തോഷത്തിലായിരിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. നൈമിഷികവും താൽക്കാലികമായ സുഖസന്തോഷങ്ങൾ ഏത് നേരത്തും ഇല്ലാതാകാം. എന്നാൽ യേശു തരുന്ന സമാധാനവും സന്തോഷവും ജീവിതത്തിനൊപ്പവും ജീവിതത്തിന് ശേഷവും അനുഭവിക്കാം. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, 2026 വർഷങ്ങൾക്ക് മുമ്പ് യേശു താണഭൂമിയിൽ വന്നത് ലോകത്തെ രക്ഷിപ്പാനായിരുന്നെങ്കിൽ ഇനിയുള്ള 2-ാം വരവിൽ ലോകത്തെ ന്യായീകരിക്കും. യേശുവിന്റെ ആദ്യ വരവിൽ ലോക ചരിത്രത്തെ AD എന്നും BC എന്നും രണ്ടാക്കി ഭൂമിയിൽ ജനിച്ച് മരിച്ച് ഉയർത്തെഴുന്നേറ്റ് അന്നും ഇന്നും ജനഹൃദയങ്ങളിൽ സ്നേഹം നിറച്ച് അജയനായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ലോകത്തിന്റെ മുമ്പിൽ ദൈവം 2 വഴി തുറന്നു വെച്ചിരിക്കുന്നു. ഒന്ന് ഇടുക്ക വഴി, 2 വീതിയും വിശാലവുമുള്ള വഴി. ദൈവകൽപ്പന അനുസരിച്ച് നിങ്ങൾ ഇടുക്ക വഴിയിലൂടെ സഞ്ചരിച്ച് ദൈവരാജ്യത്തിലെത്താം. അല്ലെങ്കിൽ ദൈവകൽപ്പനകളെ നിരസിച്ച് ഇഷ്ടമുള്ള ജീവിതം നയിച്ച് കെടാത്ത തീയിലും പുഴുവുമുള്ള നിത്യനരകത്തിൽ യുഗങ്ങളോളം യാതന അനുഭവിക്കാം. ഈ സത്യം ഞങ്ങളല്ലാതെ ആർ നിങ്ങളെ ഓർപ്പിക്കും? ആയതിനാൽ പ്രിയ സഹോദര, മാനസാന്തരപ്പെട്ട് ദൈവത്തിന്റെ കൽപ്പനകൾ അനുസരിക്കും. ആകാശവും ഭൂമിയും സമുദ്രവും അവയിലൊക്കെയും സൃഷ്ടിച്ച സർവശക്തനായ ദൈവം മനുഷ്യനിർമ്മിതമായ ഒരു വസ്തുവിലും വസിക്കുന്നില്ല എന്ന് നിങ്ങൾ ഓർക്കണം. ദൈവം എല്ലാവർക്കും ജീവനും ശ്വാസവും സകലവും കൊടുക്കുന്നവനാകിയാൽ വല്ലവനും മുട്ടുള്ളവൻ എന്ന പോലെ മനുഷ്യ കൈകളാൽ ശുശ്രൂഷ ആവശ്യപ്പെടുന്നില്ല. ഈശ്വരൻ വെളിച്ചമാണ്. സ്നേഹമാണ് ഈശ്വരന്റെ രൂപം. ജാതിയില്ല, മതമില്ല, വർഗമില്ല, കറുത്തവനെന്നില്ല, വെളുത്തവനെന്നില്ല, ആഫ്രിക്കക്കാരനെന്നോ അമേരിക്കക്കാരനോ ഇന്ത്യക്കാരനെന്നോ ഇല്ല. എല്ലാ മനുഷ്യരെയും ഒരുപോലെ സ്നേഹിക്കുന്ന ഒരു ലോക നേതാവായ രക്ഷിതാവിനെ ഞാൻ താങ്കൾക്ക് പരിചയപ്പെടുത്താം. അതാണ് ഞാൻ പ്രസംഗിക്കുന്ന യേശുക്രിസ്തു. അതെ, താങ്കൾ ഈ രക്ഷിതാവിനെ കണ്ടുമുട്ടിയാൽ താങ്കളുടെ ജീവിതം വഴിമാറും. താങ്കൾ ആളുമാറിയവനെ പോലെയാകും. നമ്മുടെ സകല പ്രശ്നങ്ങൾക്ക് പരിഹാരം നൽകുവാൻ യേശു സർവശക്തിയുള്ള ദൈവമാണ്. പാപജീവിതത്തിൽ നിന്നും താങ്കൾ ആഗ്രഹിച്ചിട്ടും സ്വതന്ത്രനാകുവാൻ കഴിയുന്നില്ലെങ്കിൽ യേശുവിന് താങ്കളെ സ്വതന്ത്രനാക്കുവാൻ കഴിയും. പാപം നമ്മിൽ വസിക്കുന്നിടത്തോളം കാലം നാം ഇരുളിലാണ് പ്രിയമുള്ളവരെ. ലോകത്തിന്റെ വെളിച്ചമായ യേശുവിനെ ഹൃദയത്തിലേക്ക് സ്വീകരിച്ചാൽ നിങ്ങളും വെളിച്ചമുള്ളവരായി മാറും. ലോകത്തിന്റെ മഹാന്മാരെല്ലാം അടയ്ക്കപ്പെട്ട കല്ലറകളിൽ വിശ്രമിക്കുമ്പോൾ ഞാൻ പ്രസംഗിക്കുന്ന യേശുവിന്റെ കല്ലറ ഇന്നും തുറന്നു കിടക്കുന്നു. അവിടെ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്, അവൻ ഇവിടെയില്ല, അവൻ ഉയർത്തെഴുന്നേറ്റിരിക്കും. അതേ പ്രിയ സ്നേഹിതരെ, യേശു ക്രിസ്തു സ്വർഗത്തിലും ഭൂമിയിലുമായി ഇന്നും ജീവിക്കുന്നു. ഈ യേശു ലോകത്തിലുള്ളവർക്കെല്ലാം കാണത്തക്കവണ്ണം ആകാശമേഖലകളിൽ വെളിപ്പെടുവാൻ പോകുന്നു. യേശു ക്രിസ്തുവിന്റെ 2-ാം വരവ് വളരെ വേഗത്തിൽ നടക്കുവാൻ പോകുന്നു എന്ന് എന്റെ ശ്രോതാക്കളെ ഞാൻ ഓർപ്പിക്കട്ടെ. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പ് ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. പിന്നെ ജീവനോട് ശേഷിക്കുന്ന ക്രിസ്തുവിനെ സ്വീകരിച്ചവർ ഒരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. ഇത് എന്റെ ശ്രോതാക്കൾ കേട്ടിട്ടുണ്ടോ? ഒരുങ്ങിയിട്ടുണ്ടോ? പാപത്താൽ ദൈവശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട മനുഷ്യവർഗത്തെ നശിപ്പിക്കുവാനല്ല, രക്ഷിക്കുവാൻ ദൈവം ഒരുക്കിയ രക്ഷാ പദ്ധതിയാണ് യേശുക്രിസ്തു. യേശുക്രിസ്തുവിനെ സ്വീകരിക്കാനും നിരസിക്കാനും താങ്കൾക്ക് സ്വാതന്ത്ര്യമുണ്ട്.
നിങ്ങൾ യുദ്ധങ്ങളെയും കലഹങ്ങളെയും കുറിച്ച് കേൾക്കുമ്പോൾ ഞെട്ടിപ്പോകരുത്. അത് ആദ്യം സംഭവിക്കേണ്ടത് തന്നെ. ജാതി ജാതിയോടും രാജ്യം രാജ്യത്തോടും എതിർക്കും. വലിയ ഭൂകമ്പവും ക്ഷാമവും മഹാവ്യാധികളും അവിടെ ഉണ്ടാകും. ഭയങ്കര കാഴ്ചകളും ആകാശത്തിൽ മഹാലക്ഷ്യങ്ങളും ഉണ്ടാകും. ഇത് യേശുവിന്റെ വാക്കുകളാണ്. ഇപ്പോൾ ലോകത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന സംഭവങ്ങൾ യേശുവിന്റെ ഈ വാക്കിനോട് അക്ഷരം പ്രതി ശരിവെക്കുന്നതാണ് എന്ന കാര്യത്തിൽ രണ്ടു പക്ഷമില്ല. യേശു ക്രിസ്തുവിനെ കുറിച്ച് താങ്കൾക്ക് കൂടുതൽ അറിയാനോ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ നിങ്ങൾ ആഗ്രഹിക്കുകയോ ചെയ്യുന്നുവെങ്കിൽ 7306252172 ഒരിക്കൽ കൂടി പറയാം. 7306252172 എന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയയ്ക്കുക. കൂടാതെ എന്റെ ദൈവരാജ്യം നിങ്ങളുടെയും എന്ന യൂട്യൂബ് ചാനലിലൂടെയും നിങ്ങൾക്ക് കൂടുതൽ വിവരങ്ങൾ ലഭിക്കുന്നതാണ്. ആകയാൽ കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കാൻ മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പീൻ എന്ന് ഒരിക്കൽ കൂടെ എന്റെ ശ്രോതാക്കളെ ഓർപ്പിച്ചുകൊണ്ട് എന്റെ വാക്കുകൾക്ക് ഇവിടെ അടിവരയിടുന്നു. ക്ഷമയോടെ ഞങ്ങളെ ശ്രമിച്ച കേൾവിക്കാരോട് ഹൃദയത്തിൽ നിന്നുള്ള സ്നേഹാദരങ്ങൾ അറിയിച്ചുകൊണ്ട് അടുത്ത സ്ഥലത്തേക്ക് നീങ്ങുന്നു. നന്ദി.